ഇൻസൈറ്റിൽ നമ്മൾ വീണ്ടും നെയ്യാറ്റിൻകര ഗോപൻ സ്വാമിയുടെ സമാധിയാണ് ചർച്ച ചെയ്യുന്നത്. സമാധിയല്ല, മഹാസമാധി. ഡോക്ടർ തൊട്ട് പോസ്റ്റ്മോർട്ടം ചെയ്ത് അശുദ്ധമാക്കിയ ശേഷവും അവിടെ മഹാസമാധി ചടങ്ങുകൾ നടന്നു. പക്ഷേ നമ്മൾ ശ്രദ്ധിച്ച മറ്റൊരു കാര്യം, ഈ മഹാസമാധി ചടങ്ങിന് ലൈവ് റിപ്പോർട്ടിംഗ് നൽകി മുഖ്യധാരാ മാധ്യമങ്ങൾ കാണിച്ച ആ ശുഷ്കാന്തിയാണ്. സ്വാഗതം ഇൻസൈറ്റിലേക്ക്. ഡോക്ടർമാർ തൊട്ട് അശുദ്ധമാക്കിയ ശേഷവും കുടുംബത്തിൻ്റെ താല്പര്യപ്രകാരം വലിയ ചടങ്ങുകൾ നടക്കുന്നു, മഹാസമാധി സംഘടിപ്പിക്കുന്നു, വലിയ വലിയ സ്വാമിമാർ അവിടെ പങ്കെടുക്കുന്നു, ഋഷിപീഠമൊക്കെ ഒരുക്കുന്നു. അതൊക്കെ അതേ അർത്ഥത്തിൽ തന്നെ മാധ്യമങ്ങൾ ലൈവായി കവറേജ് കൊടുക്കുകയാണ്. സത്യത്തിൽ മാധ്യമങ്ങൾ ആരെയാണ് ഈ എൻഡോസ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്? അതിലൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ അവിടെ ഒരു തർക്കമുണ്ടായി, തർക്കമല്ല ഒരു പരാതി ഉണ്ടായി. ഒരാൾ മരിക്കുന്നു, അയാളെ സമാധി ഇരുത്തി എന്ന് അയാളുടെ മക്കൾ അവകാശപ്പെടുന്നു. എന്നിട്ടൊരു പോസ്റ്റർ അടിച്ച് പ്രസിദ്ധീകരിക്കുന്നു. നാട്ടുകാർക്ക് യുക്തിസഹമാണോ അല്ലയോ എന്നുള്ളൊരു സംശയമുണ്ടായി. ശരിക്കും മരിച്ചതാണോ അതോ കൊലപാതകമാണോ, ഇവിടെ വന്നിരുന്ന് മരിച്ചു എന്ന് പറയുന്നത് ശരിയാണോ എന്നൊക്കെയുള്ള സംശയമുണ്ട്. അങ്ങനെ നാട്ടുകാരൊരു പരാതി കൊടുക്കുന്നു. ഈ പരാതി സ്വാഭാവികമായിട്ടും സ്റ്റേറ്റിന് അന്വേഷിക്കേണ്ടതാണ്. സ്റ്റേറ്റ് അത് അന്വേഷിക്കുന്നു. അന്വേഷിക്കാൻ ചെല്ലുമ്പോൾ അവിടെ സംഘർഷമുണ്ടാക്കാനുള്ള ശ്രമം ഉണ്ടാകുന്നു. ഇതൊക്കെ അവിടെ നടന്നിട്ടുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് ഇതൊരു എന്താ പറയുക, വാർത്തയായി രൂപാന്തരം പ്രാപിച്ചിട്ടുണ്ട്. നാട്ടുകാരിത് അറിഞ്ഞിട്ടുണ്ട്. നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ കാലത്ത് എല്ലാവരും അറിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. മുമ്പായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഒരു 10-30 കൊല്ലം മുമ്പാണെങ്കിൽ പത്രത്തിൻ്റെ ഒരു ലോക്കൽ പേജിൽ ഒരു ചെറിയ വാർത്ത മാത്രമായിട്ട് അവസാനിക്കാവുന്ന ഒരു കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇത് പുതിയ കാലമാണ്. മത്സരിക്കുന്ന ഒരുപാട് ടെലിവിഷൻ ചാനലുകളുള്ള ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളുള്ള ഒരു കാലമാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ അറിഞ്ഞു. അതുകൊണ്ട് ഇതൊരു പാൻ കേരള വാർത്തയായി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ നിയമ നടപടികൾക്ക് ശേഷം പോസ്റ്റ്മോർട്ടം കഴിയുന്നു. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞതിന് ശേഷം എന്തുണ്ടായി എന്നറിയാനുള്ളൊരു ആഗ്രഹം നാട്ടുകാർക്കുണ്ട് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതിൻ്റെ തുടർ വാർത്ത എന്താണ് എന്ന് നാട്ടുകാർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട്. തുടർ വാർത്ത എന്താണ് എന്ന് പറഞ്ഞു കൊടുക്കുമ്പോൾ ആകെ 4 വരിയിൽ തീർക്കാവുന്നതേ ഉള്ളൂ. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞു, നെയ്യാറ്റിൻകരയിൽ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൽ ഒരു ദിവസം ഫ്രീസറിൽ വച്ചു. പിറ്റേ ദിവസം രാവിലെ അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ബന്ധുക്കൾ, മക്കൾ പോയി ആ ബോഡി സ്വീകരിച്ചു. അവർ കൊണ്ടുപോയി സമാധി, മഹാസമാധി എന്നുള്ള പേരിൽ സംസ്കരിച്ചു. ഇത്രയും കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ ഈ പണി. നാട്ടുകാർക്ക് ഇത്രയേ അറിയേണ്ടതുള്ളൂ. പോസ്റ്റ്മോർട്ടത്തിൽ എന്തെങ്കിലും ദുരൂഹതകളുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, എന്താ പറയുക, സ്വാഭാവിക മരണമാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ എന്നുള്ളതൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൻ്റെ കൂടുതൽ വിശദാംശങ്ങൾ വരുമ്പോൾ മാത്രമേ അറിയേണ്ട കാര്യമുള്ളൂ. അല്ലെങ്കിൽ അത് ആന്തരിക അവയവങ്ങളുടെ രാസപരിശോധന ഫലം വരുമ്പോൾ മാത്രമേ നമുക്ക് അറിയേണ്ടൂ. അതിനു മുമ്പ് ഇത്രയേ ഉള്ളൂ. നെയ്യാറ്റിൻകരയിലെ മെഡിക്കൽ കോളേജിലോ അല്ലെങ്കിൽ ഫോറൻസിക് സർജന്മാർ എവിടെ വെച്ചാണോ പോസ്റ്റ്മോർട്ടം നടത്തിയത്, അതിനുശേഷം നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചു. പിറ്റേ ദിവസം ബന്ധുക്കളെ ഏറ്റുവാങ്ങി അത് ഇനിയിപ്പോൾ ഘോഷയാത്രയായി കൊണ്ടുപോയി സംസ്കരിച്ചു എന്നാണെങ്കിൽ അത്രയേ ഉള്ളൂ. ഇതിനപ്പുറം വേറെ യാതൊരു കാര്യവും നാട്ടുകാർക്ക് അറിയേണ്ടതില്ല. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അതാണോ ചെയ്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെയുണ്ട്. നെയ്യാറ്റിൻകരയിലെ ആശുപത്രി മോർച്ചറിയിൽ നിന്ന് ഇത് പുറത്തേക്ക് ഇറക്കുമ്പോൾ മുതൽ ലൈവ് കൊടുക്കാൻ എന്ത് ഇൻട്രസ്റ്റാണ്, എന്ത് പൊതു താല്പര്യമാണ് ഈ സംഗതിയിലുള്ളത്, എന്താ പറയുക, നമ്മുടെ ഒരു സമൂഹത്തെ മുന്നോട്ട് നയിക്കുന്ന വിധത്തിലുള്ള എന്ത് എലിമെൻ്റാണ് ഇവിടെയുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ മീഡിയാസ് അഡ്രസ്സ് ചെയ്യേണ്ടതാണ്. അത് അഡ്രസ്സ് ചെയ്തതായിട്ട് കാണുന്നില്ല. അതുപോലെ ഞാൻ ഇന്നലൊരു കുറിപ്പ് വളരെ കാലത്തിന് ശേഷം ഫേസ്ബുക്കിലിട്ടിരുന്നു. ഇത്രയേ ഉള്ളൂ അതിൻ്റെ കാര്യം. കേരളത്തിലെ ഏറ്റവും പ്രശസ്തമായ, ഏറ്റവും പാരമ്പര്യം അവകാശപ്പെടുന്ന മലയാള മനോരമ പോലൊരു പത്രത്തിൻ്റെ ഓൺലൈൻ പതിപ്പ് എത്ര നേരമാണ് ഈ പറയുന്ന വാർത്ത അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയായിട്ട് മുകളിൽ കൊടുത്തത്. അത് മുകളിൽ കൊടുക്കുക മാത്രമല്ല, അതിൻ്റെ തൊട്ട് സൈഡിൽ ഒരു ചുവന്ന ബാൻഡിൽ ലൈവ് എന്ന് പ്രത്യേകം എഴുതി കാണിച്ചിരുന്നു. അതായത് ലൈവായിട്ട് ഈ സംഗതികൾ ഞങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാണ് ആ മാധ്യമം അത് വായിക്കുന്ന ആളുകളോട് പറയുന്നത്. തത്സമയം അപ്ഡേറ്റ് ചെയ്യാൻ പാകത്തിൽ പ്രധാനപ്പെട്ട എന്തോ ഒരു സംഗതി, അതായത് സംസ്ഥാനത്തെ സംബന്ധിച്ച്, സംസ്ഥാനത്ത് അധിവസിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ച്, ഈ സംസ്ഥാനം ഉൾപ്പെടുന്ന രാജ്യത്തെ സംബന്ധിച്ചൊക്കെ വളരെ പ്രധാനപ്പെട്ട എന്തോ ഒരു സംഗതി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ. അത് ഞങ്ങളിതാ തത്സമയം അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ആ മാധ്യമം
അതിൻ്റെ വായനക്കാരോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അതിനൊക്കെ പാതിൽ എന്താണ് അവിടെ ഉണ്ടായത് എന്നുള്ളതിന് മറുപടി പറയേണ്ട ബാധ്യത ഈ മാധ്യമങ്ങൾക്കുണ്ട്. ഞാൻ വിചാരിക്കുന്നത് ഇത് വെറുതെ സംഭവിക്കുന്നതല്ല. ഇതിപ്പോൾ അവിടെ ഒരു തർക്കമുണ്ടായി, പരാതി ഉണ്ടായി, പോലീസ് അന്വേഷണം ഉണ്ടായി, അന്വേഷണത്തിൽ ഒരു പോലീസിനെ തടയാനുള്ള ശ്രമം ഉണ്ടായി, അവിടെ എന്താ പറയുക, ഈ പരാതി കൊടുത്തത് മുസ്ലിം തീവ്രവാദികളാണെന്നുള്ള ആക്ഷേപം ഉണ്ടായി. ആക്ഷേപമല്ല, അങ്ങനെ അലിഗേറ്റ് ചെയ്തു. ഇതുകൊണ്ടൊക്കെ ഇതിൻ്റെ തുടർ വാർത്ത എന്നുള്ളത് മാത്രമല്ല, നമ്മുടെ മാധ്യമ പ്രവർത്തനത്തിൻ്റെ ഒരു സ്വഭാവം ഏത് വിധത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതിൻ്റെ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഉദാഹരണമായിട്ട് നമ്മളിതിനെ കാണണം. ഇതൊരു ആചാരമാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. ഈ ആചാരം ചില സംഘടനകളുടെ അല്ലെങ്കിൽ ചില ഐഡിയോളജിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്ന, ഹിന്ദുത്വ ഐഡിയോളജിയുമായി റിലേറ്റ് ചെയ്ത് നിൽക്കുന്നതാണ് എന്ന് സ്ഥാപിക്കാനുള്ളൊരു ശ്രമം, അത് ഏറ്റെടുക്കാൻ ഈ സൊസൈറ്റിയിൽ ആളുകളുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം, അത് വലിയ സംഭവമായിട്ട് നമ്മൾ പിന്തുടരേണ്ടതാണ് എന്ന് സ്ഥാപിക്കാനുള്ള ശ്രമം. ഇതാണ് ഇതിൻ്റെ പുറകിൽ നടക്കുന്ന ഒരു പ്രശ്നം. സമൂഹത്തെ ഇപ്പോൾ നമ്മളൊക്കെ പറയുമല്ലോ, സയൻസ് കോൺഗ്രസിൽ വന്നിട്ട് പ്രധാനമന്ത്രി വേദകാലത്ത് വലിയ സംഭവങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു, ഇവിടെ അവയവമാറ്റ ശസ്ത്രക്രിയ നടന്നത് വേദകാലത്താണ്, അങ്ങനെയാണ് ഗണപതിയുടെ തല മാറ്റി വെച്ച ശസ്ത്രക്രിയ ഉണ്ടായത് എന്ന് സയൻസ് കോൺഗ്രസിൽ പ്രധാനമന്ത്രി സംസാരിക്കുന്നത്, അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി വന്നിട്ട് അതിനെ എന്താ പറയുക സാധൂകരിക്കുന്ന വിധത്തിൽ സംസാരിക്കുന്ന, അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി മാത്രമല്ല വേറെയും കോടതികളിലെ ജഡ്ജിമാർ അങ്ങനെ സംസാരിച്ചിട്ടുണ്ട്. ഇതൊക്കെയാണ് യാഥാർത്ഥ്യം എന്ന പ്രതീതി ജനിപ്പിക്കുന്ന വിധത്തിലാണ് ഈ ആചാരങ്ങൾ എന്ന പേരിൽ അനുഷ്ഠിക്കപ്പെടുന്ന അന്ധവിശ്വാസങ്ങളെ നമ്മുടെ മാധ്യമങ്ങൾ വലിയ തോതിൽ വലിയ കവറേജ് കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. ഇതാണ് ഇതിനകത്തുള്ള ബേസിക് ആയിട്ടുള്ള പ്രശ്നം. ഇതാണോ മാധ്യമങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ചോദ്യം ഉന്നയിക്കപ്പെടുക തന്നെ വേണം. ഈ കുടുംബം ഈ സമാധി പ്രശ്നം ഉണ്ടായതിന് ശേഷം ഇത് മാർക്കറ്റ് ചെയ്യാൻ വല്ലാണ്ട് ശ്രമിക്കുന്നതായിട്ട് നമുക്ക് തോന്നിയിട്ടുണ്ട്. തുടക്കത്തിൽ തന്നെ ഈ അച്ഛൻ്റെ മരണം അത് സമാധിയാക്കിയത് അത്തരത്തിലുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയുടെ ഭാഗമായിട്ടാണോ എന്ന് പോലും ആദ്യം തോന്നിയിരുന്നു. പക്ഷേ ഇങ്ങനെ പ്രശ്നം ഉണ്ടായതിന് ശേഷം പിന്നെ ഇതിനെ ഒരു മഹാസമാധി ചടങ്ങാക്കി മാറ്റുന്നു, ആ പദയാത്ര സംഘടിപ്പിക്കുന്നു, അതുപോലെ അതിന് വേണ്ടി അനൗൺസ്മെൻറ്റ് വാഹനങ്ങൾ ആ നാട്ടിലുടനീളം സഞ്ചരിക്കുന്നു. ഇതൊക്കെ ആ കുടുംബത്തിൻ്റെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജിയായി കാണുന്നതിൽ മാധ്യമങ്ങൾ ശരിക്കും ഇവിടെ പരാജയപ്പെടുകയല്ലേ ചെയ്തിട്ടുള്ളത്? അല്ല, ഞാൻ അതിനകത്ത് ആ കുടുംബം ചെയ്തതിനെ ഞാൻ വലിയ തോതിൽ കുറ്റപ്പെടുത്തില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ അത് അവരുടെ ഒരു റൈറ്റാണ്. റൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊലപാതകമല്ലാതിരിക്കെ സ്വാഭാവിക മരണമായിരിക്കെ ഇതിനെ ഒരു സമാധിയാക്കി മാറ്റി ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ, അവിടെ ഒരു അമ്പലവും ക്ഷേത്രമൊക്കെ ഉണ്ട്, അപ്പോൾ അതിൻ്റെ തൊട്ട് പിന്നാലെ ഒരു സമാധിയൊക്കെ ചേർത്തുകൊണ്ട് ഇതിനെ മാർക്കറ്റ് ചെയ്യാൻ അവർ ശ്രമിക്കുക എന്ന് പറയുന്നത് അവരുടെ ഒരു അവകാശമാണ്. പുതിയൊരു സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ അവരിതിനെ കണ്ടു കാണും, നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഇത് സ്റ്റാർട്ടപ്പുകളുടെ കാലമാണ്. എന്തും ബിസിനസ് ആശയമായിട്ട് കൊണ്ടുവരികയും അത് സക്സസ്ഫുള്ളായി ഇംപ്ലിമെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സ്റ്റാർട്ടപ്പ് ആയിക്കോട്ടെ എന്ന് അവർ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ കുറ്റം പറയില്ല. അപ്പോൾ അവരൊരു സമാധി എന്നുള്ള നില ആദ്യം ഇതിനെ കൊണ്ടുവന്നു. അന്ന് നേരത്തെ പറഞ്ഞല്ലോ, ഇപ്പോൾ സാലിം തന്നെ നേരത്തെ സംസാരിച്ചപ്പോൾ സൂചിപ്പിച്ചല്ലോ, അതായത് ഡോക്ടറെ തൊട്ട് അശുദ്ധമാക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളിത് ആരെയും അറിയിക്കാതെ സമാധി ഇരുത്തിയത് എന്നാണ് അവർ പറഞ്ഞത്. അപ്പോൾ ഇതിപ്പോൾ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ട് ഡോക്ടർ തൊട്ടതിനാണ് അവർ മഹാസമാധിയാക്കുന്നത്. ഇവിടെയും ഒരു വലിയ കൺഫ്യൂഷൻ ഉണ്ട് കേട്ടോ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ സമാധി ഇരുത്തുമ്പോൾ നമ്മളത് പോലീസ് ഇത് ഡിഗ് ചെയ്ത് പുറത്തെടുക്കുമ്പോൾ കുറേ ഭസ്മം ഉണ്ടായിരുന്നു, മറ്റു പൂജാദ്രവ്യങ്ങളുണ്ടായിരുന്നു, കർപ്പൂരം ഉണ്ടായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ഇന്നലെ ഇപ്പം മഹാസമാധി ഇരുത്തുമ്പോൾ ഈ തത്സമയം റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിനനുസരിച്ചാണെങ്കിൽ അവർ നേരത്തെ വാങ്ങിച്ച ഭസ്മം തികഞ്ഞില്ല, കർപ്പൂരം തികഞ്ഞില്ല, പുതുതായിട്ട് വാങ്ങേണ്ടി വന്നു, ഇത്ര കിലോ വാങ്ങി, ഇതൊക്കെ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് ഇതൊരു വലിയ സംഭവമാണ് എന്നുള്ള മട്ടിലാണ് ഇതൊക്കെ റിപ്പോർട്ട് ചെയ്തത്. അപ്പോൾ നേരത്തെ ഇതൊക്കെ ഇവർ സമാഹരിച്ചു വെച്ചിരുന്നു, സമാധി ആവും എന്നുള്ള പ്രതീക്ഷയിൽ ഈ ഭസ്മവും കർപ്പൂരവും ഒക്കെ ഇവർ നേരത്തെ സമാഹരിച്ചു. അങ്ങനെയാണ് ഇവർ ആദ്യം സമാധി ഇരുത്തിയതെന്ന് നമ്മൾ കരുതുന്നത്. എന്തായാലും ആയിക്കോട്ടെ. അപ്പോൾ ഞാനിവരെ കുറ്റം പറയില്ല. ആദ്യം അവർ സമാധി ഇരുത്തിയപ്പോൾ ഉണ്ടായ സംഭവവികാസങ്ങൾ കാണുമ്പോൾ നമ്മളുടെ സ്റ്റാർട്ടപ്പ് കുറച്ചും കൂടെ വലുതാവാനുള്ളൊരു സാധ്യതയുണ്ട് എന്നുള്ളൊരു തോന്നൽ അവർക്കുണ്ടായി. അതിനെ ഉപയോഗിക്കാനാണ് അവർ ശ്രമിച്ചത്. പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ഇമ്മീഡിയറ്റ് ആയിട്ട് കൊണ്ടുവന്ന് നേരത്തെ ഉണ്ടായിരുന്ന ഒരു സ്പേസിൽ ഇരുത്തുക എന്നല്ല അവർ ഉദ്ദേശിച്ചത്. അവരുടെ ഒരു സ്റ്റാർട്ടപ്പ്
ഒരു സംരംഭകത്വം എന്ന് പറയുന്ന, അല്ലെങ്കിൽ സംരംഭകർ എന്നുള്ള നിലയ്ക്ക് അവരുടെ ചിന്ത കുറേ കൂടെ വലുതായി പ്രവർത്തിച്ചു. അപ്പോൾ ഒരു ദിവസം വൈകി കുറച്ചുകൂടെ വലിയ പ്ലാറ്റ്ഫോം ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടെ സാധ്യതയുണ്ട് എന്ന് അവർ മനസ്സിലാക്കുന്നു. അതുകൊണ്ടാണ് അവർ നേരെ നെയ്യാറ്റിൻകരയിലെ ഒരു സ്വകാര്യ മെഡിക്കൽ കോളേജിൻ്റെ മോർച്ചറിയിലേക്ക് അത് മാറ്റുന്നത്. ചിലപ്പോൾ അവരെ ഗൈഡ് ചെയ്യാൻ വേറെ ആളുകളുണ്ടായിരുന്നു. കാരണം ഇപ്പം നമ്മളൊരു സ്റ്റാർട്ടപ്പ് തുടങ്ങുകയാണെങ്കിൽ നമ്മളിങ്ങനെ ഒരു ഐഡിയ കൊണ്ട് ചെല്ലുമ്പോൾ, ഇപ്പോൾ തിരുവനന്തപുരത്തെ സ്റ്റാർട്ടപ്പ് മിഷനിൽ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഐഡിയ ആയിട്ട് ചെല്ലുകയാണെങ്കിൽ അവിടെ കുറേ നമ്മളെ ഗൈഡ് ചെയ്യാനായിട്ട് കുറേ ആളുകളുണ്ടാവും. നിങ്ങൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും, നിങ്ങൾ കുറച്ചുകൂടെ വലുതാക്കിയാൽ നന്നായിരിക്കും എന്നൊക്കെ അതുപോലെ ഗൈഡ് ചെയ്യാനായിട്ടുള്ള ആളുകളുണ്ടായിട്ടുണ്ടാവും, നമുക്കറിയില്ല. അപ്പോൾ അവരെ സംബന്ധിച്ച് സമാധി എന്നുള്ള നിലയ്ക്ക് നമുക്ക് കിട്ടിയ ഒരു ബിൽഡപ്പ് ഉണ്ട്. നമ്മൾ സമാധിയാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള പുറത്തുനിന്നുള്ള അഡ്വൈസും കൂടെ കേട്ടപ്പോൾ അവരിതിനെ കുറച്ചുകൂടെ വിപുലമാക്കാൻ ശ്രമിച്ചിട്ടുണ്ടാവും. ഞാൻ അവരെ കുറ്റം പറയില്ല. അതിന് പാകത്തിന് എങ്ങനെ അതിനെ ഡിസൈൻ ചെയ്യണം എന്ന് ആലോചിച്ചിട്ടുണ്ടാവും. അതിനവർ പുറത്തുനിന്ന് ഉപദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ടാവും. അപ്പോൾ അവർ നോക്കുമ്പോൾ ഒരു ദിവസം മോർച്ചറി വെച്ച് പിറ്റേ ദിവസം കുറെ കൂടെ കാവ്യ അലങ്കൃതമാക്കിയിട്ട് പുഷ്പാലങ്കൃതമാക്കിയിട്ട് ഒരു ഘോഷയാത്രയൊക്കെ നടത്തി നമ്മൾ കൊണ്ടുവരികയാണെങ്കിൽ കുറച്ചും കൂടെ ഒരു കവറേജൊക്കെ കിട്ടാൻ സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചുകൂടെ വലിയൊരു സ്റ്റാർട്ടപ്പായിട്ട് ഇത് മാറാൻ സാധ്യതയുണ്ടെന്ന് അവർ ചിന്തിച്ചിട്ടുണ്ടാവും. ഞാനിത് സ്റ്റാർട്ടപ്പ് എന്ന് പറയുമ്പോൾ ഒട്ടും ബഹുമാനക്കുറവോടുകൂടെയാണ് പറയുന്നതെന്ന് ധരിക്കരുത്. വളരെ ബഹുമാനത്തോടുകൂടി തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ ഒരു ബെസ്റ്റ് സ്റ്റാർട്ടപ്പ് എന്നുള്ള നിലയിൽ കുറേ കൂടെ നല്ല രീതിയിൽ അവർ ചെയ്യാൻ ഞാൻ അവരെ കുറ്റം പറയില്ല. കാരണം വെച്ചാൽ ഈ സൊസൈറ്റിയിൽ ഇത് നടക്കും എന്ന ബോധ്യം അവർക്കുണ്ട്. ആ ബോധ്യം ഉണ്ടാവാൻ കാര്യം എന്താ? അവർ ചുറ്റും നോക്കുമ്പോൾ അപ്പുറത്ത് ചെങ്കോട്ടുകോണമുണ്ട്, ഇപ്പുറത്ത് പോത്തങ്കോടുണ്ട്, തൊട്ടപ്പുറത്തെ ജില്ലയിൽ മാതാമൃതാനന്ദമയിയുണ്ട്. വലിയ സ്ഥാപനങ്ങൾ, വലിയ ബിസിനസ് സംരംഭങ്ങൾ ഇങ്ങനെ പടർന്ന് പന്തലിച്ച് നിൽക്കുന്നത് ആ മനുഷ്യർ കാണുന്നുണ്ട്. അവർ എന്താ പറയുക, അയ്യാ വൈകുണ്ഠസ്വാമിയോ ഒരു ശ്രീനാരായണ ഗുരുവിനോ ചിലപ്പോൾ കാണുന്നുണ്ടാവില്ല. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവർ കാണുന്നത് ചെങ്കോട്ടുകോണം സ്വാമിയെയും പോത്തങ്കോട് കരുണാകര ഗുരുവിനെയും മറ്റേ മാതാമൃതാനന്ദമയ്യെയും കുറച്ചുകൂടെ അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ പുട്ടപർത്തിയിൽ ഉണ്ടായിരുന്ന പല അത്ഭുതങ്ങൾ, കൊലപാതക കേസുകളടക്കം പല അത്ഭുതങ്ങൾ സൃഷ്ടിച്ച സായിബാബയൊക്കെ ആയിരിക്കും. അപ്പോൾ അവരത് കാണുന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്തുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതി ഉണ്ടായിക്കൂടാ എന്ന് അവർ ചിന്തിച്ചാൽ അതിൽ അത്ഭുതമില്ല. അപ്പോൾ ഞാനെന്തുകൊണ്ട് അവരെ കുറ്റം പറയില്ല. പക്ഷേ ഇത് മനസ്സിലാക്കാനുള്ള ബാധ്യത മാധ്യമങ്ങൾക്കുണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ അവരുടെ ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടെ ഉദ്ദേശിച്ചിട്ടാണ് പറയുന്നത്. ഇതുപോലൊരു ചെറിയ സംഗതിയെ പ്രോത്സാഹിപ്പിക്കാൻ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തുള്ള തൊട്ടപ്പുറത്തെ ജില്ലയിലുള്ള വലിയ സംഗതി എങ്ങനെയാണ് നമ്മളോട് റിയാക്ട് ചെയ്യാമെന്ന് ചിന്തിക്കാനുള്ളൊരു ബിസിനസ് ബുദ്ധിയെങ്കിലും ഈ മാധ്യമങ്ങൾ കാണിക്കേണ്ടതെന്ന് മാത്രമേ എനിക്ക് സംശയമുള്ളൂ. വേറെ എനിക്ക് സംശയമൊന്നുമില്ല. ഈ ഒരു മാധ്യമ പ്രവർത്തകനെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ ഒരു മാധ്യമ വിദ്യാർത്ഥി ആവട്ടെ, ആദ്യ പാഠത്തിൽ തന്നെ പഠിക്കുന്നത് ജേർണലിസത്തിൻ്റെ ധർമ്മങ്ങളാണ്. വിവരങ്ങൾ കൊടുക്കുന്നത് അടക്കമുള്ള ബേസിക് ധർമ്മങ്ങൾ. ഈ ഒരു റിപ്പോർട്ടിങ്ങിൽ അതിലേതെങ്കിലും ആ ധർമ്മങ്ങളിൽ ഏതെങ്കിലും ഒന്നിനോട് നീതി പുലർത്തുന്ന ഒന്നുപോലും എനിക്ക് പേഴ്സണലി കാണാൻ പറ്റിയില്ല. മറ്റൊന്ന്, ഒരു മാധ്യമ പ്രവർത്തനം സമൂഹത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന അഭിപ്രായ രൂപീകരണം അടക്കമുള്ള അതിൻ്റെ എഫക്റ്റുകളാണ്, അനന്തരഫലങ്ങളാണ്. അതവിടെ സംഭവിക്കുന്നുണ്ട് താനും. ഇങ്ങനെയുള്ള റിപ്പോർട്ടിങ്ങിലൂടെ ഈ മാധ്യമങ്ങൾ ചെയ്യുന്ന ക്രൂരത, അത് മാധ്യമപ്രവർത്തകർ സ്വയം ബോധ്യപ്പെടേണ്ടതല്ലേ? എനിക്കറിയില്ല എന്തുകൊണ്ടാണത് ബോധ്യപ്പെടാത്തതെന്ന്. അപ്പോൾ നമ്മളൊരു മാധ്യമപ്രവർത്തകൻ എന്നുള്ള നിലയിൽ നമ്മളൊരു തലക്കെട്ട് തീരുമാനിക്കുമ്പോൾ ഋഷിപീഠം എന്ന് എഴുതിയിട്ട് അതിൻ്റെ മുകളിലൊരു സിംഗിൾ ഇൻവെർട്ടഡ് കോമ ഇട്ടാൽ മാത്രം നമ്മളുടെ കടപ്പാട് കഴിഞ്ഞു എന്ന് നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് അബദ്ധമാണ്. പുതിയ കാലത്ത് ഞാൻ കൂട്ടിച്ചേർക്കുന്നത്, ഞാൻ ഇന്ന് ശ്രദ്ധിച്ചതാണ്, അതായത് മഹാസമാധിക്ക് ഋഷിപീഠം ഒരുക്കുന്നു എന്ന് ഒരുപാട് പേരുടെ മെയിൻ ടൈറ്റിലാണ് ഒരേ രൂപത്തിൽ. അതെ, ഇതൊരു പ്രശ്നമാണ്. ഇത് എങ്ങനെയാണ് നിങ്ങൾ മഹാസമാധി എന്ന് അവർ പറയുന്നത് അതേപടി എടുത്ത് നിങ്ങൾ മാധ്യമപ്രവർത്തനത്തിൻ്റെ ഭാഷയിൽ ഉപയോഗിക്കുക എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. അവരവിടെ ഋഷിപീഠം എന്ന് പേരിട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എങ്ങനെയാണ് അത് തന്നെ എടുത്ത് ഉപയോഗിക്കാതെ? സത്യം പറഞ്ഞാൽ ഇതൊരു സംസ്കാരമാണ്, ഒരു മറവ് ചെയ്യലാണ്, അത്രയേ ഉള്ളൂ. അതിനപ്പുറം വേറെ യാതൊരു സവിശേഷതയും അതിനില്ല. ആ സവിശേഷത മുഴുവൻ അവരുടെ പ്രശ്നമാണ്, അവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഭാഗമാണ്. അതിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റാണ് ഈ പറയുന്ന ഋഷിപീഠവും മഹാസമാധിയും ഒക്കെ അവരുടെ സ്റ്റാർട്ടപ്പിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് മാത്രമാണ്. അതിനപ്പുറം വേറെ യാതൊരു സംഗതിയുമില്ല. മാധ്യമപ്രവർത്തകരെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമല്ല. ഇനി അതൊക്കെ വിടുക. എന്താണ് മാധ്യമപ്രവർത്തനം എന്ന് പറയുന്നത്? അതിൻ്റെ അടിസ്ഥാനം എന്താ? ഭരണഘടന നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം, ഏതൊരു വ്യക്തിക്കും നൽകുന്ന അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഡെഫിനിഷൻ്റെ കീഴിലാണ് നമ്മൾ മാധ്യമപ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ അതിനെയാണ് വലിയ തോതിൽ ആദരിക്കുന്നത്.
ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ മാധ്യമപ്രവർത്തനത്തിന് മേൽ ഭരണകൂടത്തിൻ്റെ ഇടപെടൽ ഉണ്ടാക്കി ഞാൻ ഇമ്മീഡിയറ്റ് ആയിട്ട് ഉദ്ധരിക്കുന്നത് ഇതാ ഭരണഘടനയുടെ 19(1)(a) വകുപ്പ് പ്രകാരം ഞങ്ങൾക്ക് അഭിപ്രായ പ്രകടനത്തിനുള്ള സ്വാതന്ത്ര്യമുണ്ട്, അതിന്മേലുള്ള കടന്നുകയറ്റമാണ് എന്നുള്ളതാണ് നമ്മൾ ചൂണ്ടിക്കാണിക്കുക. കഴിഞ്ഞ ദിവസം കേസെടുത്തപ്പോൾ നമുക്ക് അങ്ങനെ ചൂണ്ടിക്കാണിക്കേണ്ടി വന്നില്ല. അത് വേറെ പ്രശ്നം. ഇതേ ഭരണഘടന തന്നെ 1976 അമെൻഡ് ചെയ്തുകൊണ്ട് സയൻറ്റിഫിക് ടെമ്പർ എല്ലാ എന്താ പറയുക അത് വളർത്തിയെടുക്കുക എന്നുള്ളത് എല്ലാ പൗരന്മാരുടെയും ഉത്തരവാദിത്തമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കുക എന്നുള്ളത് എല്ലാ പൗരന്മാർക്കുമുള്ള അവകാശം തന്നെയാണ് മാധ്യമങ്ങൾക്ക് അഭിപ്രായ പ്രകടന സ്വാതന്ത്ര്യമായിട്ട് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാ പൗരന്മാരോടും സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കണമെന്ന് ഭരണഘടന പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മാധ്യമങ്ങൾക്ക് കൂടി ബാധകമാണ്. നമ്മളിവിടെ എന്ത് സയൻറ്റിഫിക് ടെമ്പറാണ് ഈ പറയുന്ന സമാധി റിപ്പോർട്ട് ചെയ്തതിലൂടെ സമാധിക്ക് മുമ്പിൽ വന്നുകൊണ്ട് ഇത് ആചാരമാണ് എന്ന് പറഞ്ഞവരുടെ ബൈറ്റ് എടുക്കാൻ തിക്കിത്തിരക്കിയതിലൂടെ അത് കഴിഞ്ഞിട്ട് മഹാസമാധിയെക്കുറിച്ച് പറഞ്ഞതിലൂടെ മഹാസമാധിയിലേക്കുള്ള ഘോഷയാത്ര ലൈവ് റിപ്പോർട്ട് ചെയ്തതിലൂടെ എന്ത് സയൻറ്റിഫിക് ടെമ്പർ വളർത്തിയെടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്? ഇതൊരു ബേസിക് ക്വസ്റ്റ്യനാണ്. നമുക്ക് അബദ്ധങ്ങൾ പറ്റും. മാധ്യമപ്രവർത്തകർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എന്താ പറയുക എല്ലാം തെറ്റുകൾക്കും ഉപരിയായിട്ടുള്ള മനുഷ്യന്മാർ. നമുക്ക് അബദ്ധങ്ങൾ പറ്റും, ഒരുപാട് പറ്റിയിട്ടുണ്ട്. ആ അബദ്ധങ്ങളിൽ നിന്നും എന്താ പറയുക അത് അബദ്ധമാണെന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് നമ്മൾ പുതിയ ഇതിലേക്ക് പോവുക. അപ്പോൾ ഇത് അബദ്ധമാണെങ്കിൽ അബദ്ധമാണ് എന്ന് തിരിച്ചറിയാനും ഇത്തരം എന്താ പറയുക സ്റ്റാർട്ടപ്പ് സംരംഭങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ നിന്ന് മാറി നിൽക്കാനുമുള്ള ഉത്തരവാദിത്തം മാധ്യമങ്ങൾക്കുണ്ട്. അത് സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശമുണ്ട്. ഒന്ന്, ഇത്തരം അന്ധവിശ്വാസങ്ങളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണമോ വേണ്ടയോ എന്നുള്ളതാണ് ഒരു ക്വസ്റ്റ്യൻ. രണ്ടാമത്തെ കാര്യം, പുതിയ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ, ഇത്തരം സംഭവങ്ങളെ പ്രൊമോട്ട് ചെയ്യുന്നതിലൂടെ നമ്മൾ എന്ത് രാഷ്ട്രീയ സന്ദേശമാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്? അത് ഏത് രാഷ്ട്രീയ സംവിധാനത്തെയാണ് ശക്തിപ്പെടുത്താൻ സഹായിക്കുക? ഈ ചോദ്യം ചോദിക്കേണ്ട ബാധ്യത നമുക്കുണ്ട്. നമ്മൾ എന്തുകൊണ്ടാണ് ആ ചോദ്യം ചോദിക്കാതിരിക്കുന്നത്? നമ്മൾ പരോക്ഷമായിട്ട് ഈ ഹിന്ദുത്വ രാഷ്ട്രീയ ശക്തികളെ ശക്തിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ ചോദ്യം ചോദിക്കാതിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ മഹാസമാധിയും ഋഷിപീഠവും അതിലേക്കുള്ള ഘോഷയാത്രയും ഒക്കെ വലിയ സംഭവമായിട്ട് ഇത് ലൈവാണ്, നിങ്ങളിവിടെ കണ്ടുകൊള്ളൂ എന്ന് ആളുകളോട് ഉറക്കം വിളിച്ചു പറയുന്നത്. അത്രയേ ഉള്ളൂ. ഇപ്പോൾ കഴിഞ്ഞ ഇൻസൈറ്റിൻ്റെ എപ്പിസോഡിൽ നമ്മൾ ജേക്കബ് സാറുമായി സംസാരിച്ചതും ഇങ്ങനൊരു മുഖ്യധാര മാധ്യമങ്ങളെ എന്ന് അങ്ങനെ പറയപ്പെടുന്നവർ ഇവിടെ ചെയ്യുന്ന മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന തത്വങ്ങളോട് നിരക്കാത്ത ചെയ്തികളെക്കുറിച്ചായിരുന്നു. നമ്മളിങ്ങനെ സംസാരിക്കുന്നുണ്ട്, നമ്മളിപ്പോഴും അത് സംസാരിക്കുകയാണ്. ഇതുപോലത്തെ പ്ലാറ്റ്ഫോമുകൾ, ഇങ്ങനെ സംസാരിക്കാനുള്ള പ്ലാറ്റ്ഫോമുകൾ ഇവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളത് തന്നെ ഒരു പ്രതീക്ഷയല്ല. അതോടൊപ്പം ഈ ഒരു പ്രത്യേക വിഷയത്തിൽ തന്നെ ഇന്നത്തെ പത്രങ്ങൾ സ്വീകരിച്ചൊരു നിലപാട് ഞാൻ ശ്രദ്ധിക്കുകയുണ്ടായി. അവർ നമ്മൾ ഈ വിമർശിക്കുന്ന തരത്തിലല്ല, കുറച്ചുകൂടി പക്വമായിട്ടുള്ള രൂപത്തിലാണ് ഇത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതൊരു പ്രതീക്ഷ അവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. നിശ്ചയമായിട്ടും. അത് കഴിഞ്ഞ ദിവസം ഇപ്പോൾ സാലിം ജേക്കബുമായിട്ട് സംസാരിച്ചാലും സൂചിപ്പിച്ചു. ജേക്കബ് ഒരു കാര്യം പറഞ്ഞു, എഡിറ്റർമാരില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിച്ചിട്ടുണ്ട്. പത്രങ്ങളെ സംബന്ധിച്ച് അങ്ങനെയല്ല. ഇപ്പോഴും പത്രങ്ങളിൽ അവിടെ എഡിറ്റർമാരുണ്ട്, അവരിതിനെക്കുറിച്ച് ആലോചിക്കുന്നുണ്ട്. ഇതിനെ അത്രത്തോളം വലുതാക്കേണ്ട ഒരു സംഗതിയല്ല. ഇത് നാട്ടുകാർക്ക് അറിയേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ തുടർച്ച എന്താണ് എന്ന് നാട്ടുകാരോട് അറിയിക്കേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ട് ഞങ്ങളിത് കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയാണ് പത്രങ്ങൾ അത് കൈകാര്യം ചെയ്തത്. ഒരു പത്രത്തിൻ്റെയും പ്രധാന വാർത്തയോ പ്രധാന പേജുകളിലെ വാർത്തയോ, ഞാൻ ഒന്നാം പേജ് മാത്രമല്ല പ്രധാന പേജുകളിലെ വാർത്തയോ ആയിട്ട് ഇത് വന്നില്ല. പത്രങ്ങൾക്കിപ്പോഴും ആ കൺസേണും ആ എന്താ പറയുക മാധ്യമ പ്രവർത്തനത്തിൻ്റെ അടിസ്ഥാന എന്താ പറയുക ഒരു ധാർമ്മിക മൂല്യങ്ങളോടുള്ള ഒരു ഇഴയെടുപ്പവും അവിടെയുണ്ട്. അതുകൊണ്ടാണ് അവരത് അവർക്കിത് മനസ്സിലാവും. ഇത് വലിയ തോതിൽ വലുതാക്കേണ്ടതല്ല, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് അവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതിനനുസരിച്ചാണ് അവർ പ്രവർത്തിക്കുന്നത്. അപ്പുറത്ത് എന്താ പറയുക ഞങ്ങൾക്ക് അപ്പപ്പം കിട്ടുന്ന കച്ചവടത്തിനനുസരിച്ചാണ് ഞങ്ങൾ പ്രവർത്തിക്കേണ്ടത് എന്ന് ചിന്തിക്കുന്ന പേരിന് എഡിറ്റർമാരുണ്ടെങ്കിലും എഡിറ്റർമാരില്ലാത്ത സ്ഥാപനങ്ങളാണ് ഇതിൻ്റെയൊക്കെ പുറകെ പോവുകയും ഇത് വലുതാക്കുകയും ചെയ്യുന്നത്. അതിന് അതിൻ്റേതായ അജണ്ടയുണ്ട്. ആ അജണ്ട എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഇപ്പോൾ വലുതായിക്കൊണ്ടിരിക്കുന്ന രാഷ്ട്രീയത്തെ കൂടുതൽ പോഷിപ്പിക്കാൻ, ആ ഹിന്ദുത്വ വർഗീയ രാഷ്ട്രീയത്തെ കൂടുതൽ പോഷിപ്പിക്കാൻ പാകത്തിൽ എന്തൊക്കെ കിട്ടുമോ അതിനെ ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒറ്റ അജണ്ടയാണ്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക, ഇതേ സമാധി വിഷയത്തിൽ ഇതേ വ്യക്തികൾ
അവരിപ്പോൾ അതിനെക്കുറിച്ച് വലിയ ഖേദമൊക്കെ പ്രകടിപ്പിക്കുന്നുണ്ട് ആ 2 മക്കളും. നല്ലത്, ഞാനതിനെ ഒട്ടും കുറച്ച് കാണുന്നില്ല. അവർ ഖേദം പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിൽ നല്ലത്. അവരുടെ ആ വാക്കുകളെ എന്തിനാണ് നമ്മൾ മാധ്യമങ്ങൾ കൊടുക്കുന്നത്? ലൈവായി കൊടുക്കുന്നതുകൊണ്ടാണല്ലോ. ഇത് മുസ്ലിം തീവ്രവാദികളാണ് ഈ പ്രശ്നം ഉണ്ടാക്കുന്നത് എന്ന അവരുടെ വാക്കുകൾ എന്തിനാണ് നമ്മളുടെ മാധ്യമങ്ങൾ ക്യാരി ചെയ്തത്? നമ്മളിത് ലൈവായി കൈകാര്യം ചെയ്യുന്നതുകൊണ്ടാണ്. ഇത് ലൈവായി കൈകാര്യം ചെയ്യേണ്ട സംഗതിയാണോ ഇല്ലയോ എന്നുള്ളൊരു തീരുമാനം ഒരു എഡിറ്റർ എടുക്കാത്തതുകൊണ്ടാണ് ഇത് ലൈവായി കൈകാര്യം ചെയ്യപ്പെടുകയും അവിടെ ആക്ഷേപിക്കപ്പെടുന്ന ഇത് മുസ്ലിം തീവ്രവാദികളാണ് ഇതിന് പിന്നിൽ എന്നുള്ള ഒരടിസ്ഥാനവുമില്ലാത്ത, ഒരു കാലത്തും അടിസ്ഥാനമില്ലാത്ത ഒരു വിഷലിപ്തമായ ആക്ഷേപം അവരുന്നയിക്കുമ്പോൾ അത് ക്യാരി ചെയ്യുന്നത്. അത്രയേ ഉള്ളൂ. അവിടെ പോയ മാധ്യമപ്രവർത്തകർ ഇതിനെതിരെ പ്രതികരിക്കാൻ, അതായത് ഇത് ആചാരമാണ് എന്ന് വാദിക്കാൻ വരുന്നവരുടെ പുറകെ ഓടുന്ന കാഴ്ച നമ്മൾ കാണുന്നുണ്ട് ഈ ലൈവിനിടയിൽ. എന്തിനാണ് അവരതിൻ്റെ പുറകെ ഓടുന്നത്? അപ്പോൾ ഈ അജണ്ട നടപ്പാക്കപ്പെടുകയാണ്. ആ അജണ്ട നടപ്പാക്കാനാണ് ഇവരെ നിയോഗിച്ചിരിക്കുന്നത്. ഈ ബോധ്യം മുകളിലിരിക്കുന്ന ആളുകൾക്കുണ്ട്. അല്ലെങ്കിൽ അവർ എഡിറ്റർ എന്നുള്ള നിലയിൽ ഇതിനെ അനുവദിക്കുകയാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എഡിറ്റർ എന്നുള്ള നിലയിൽ, ഇപ്പോൾ ജേക്കബ് പറഞ്ഞവർ എഡിറ്റർമാരില്ലാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത്. എന്താണെങ്കിലും ഈ സമാധിയാണെങ്കിലും മഹാസമാധിയാണെങ്കിലും നമ്മുടെ സമൂഹത്തിന് കൊടുക്കുന്നൊരു മെസ്സേജ് അതൊട്ടും നല്ല മെസ്സേജ് അല്ല എന്ന് നമ്മൾ ഉറപ്പിക്കാം. സമൂഹത്തിൽ നടക്കുന്ന എല്ലാം വാർത്തയല്ല, അതിൽ കൺകെട്ട് വിദ്യകളുണ്ട്. ആ കൺകെട്ടിനെയും കൂടി ആഘോഷിച്ച് വാർത്തയാക്കുന്നിടത്താണ് മുഖ്യധാരാ മാധ്യമങ്ങൾ എന്ന് വിളിക്കപ്പെടുന്ന നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള പലരും പരാജയപ്പെടുന്നത്. അത് തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുമ്പോഴാണ് ഓരോ മാധ്യമ പ്രവർത്തകൻ്റെയും മാധ്യമ പ്രവർത്തനത്തിൻ്റെയും അടിസ്ഥാന ധർമ്മം നിർവഹിക്കപ്പെടുന്നത്. ആ തിരിച്ചറിവിലേക്ക് എല്ലാവരും എത്തിച്ചേരേണ്ടതും അനിവാര്യമാണ് എന്ന് തന്നെയാണ് നമ്മൾ നിരീക്ഷിക്കുന്നത്. ഇൻസൈറ്റ് ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം.